So hi guys, welcome back to my channel Game King Aras. I am back again guys. നമ്മൾ പുതിയൊരു ഗെയിമായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു ഗെയിമിൻ്റെ പേരാണ് മൈൻക്രാഫ്റ്റ്. നമ്മൾ ഇതുവരെ ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായില്ല. നമ്മൾ ആദ്യമായിട്ടാണ് മൈൻക്രാഫ്റ്റ് കളിക്കണേ. ഇതുവരെ നമ്മൾ ഈ ഒരു ഗെയിം കളിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഗെയിം കളിക്കാനാണ് വന്നേക്കണത്. ഇത് സർവൈവൽ മൂഡാണ്. കുറേ ഗെയിമേഴ്സ് ഈ ഗെയിം കളിച്ചതായിട്ട് ഒരു വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കുറേ ഗെയിമേഴ്സ് കളിച്ചായിട്ട് ഒരു വിവരം എനിക്ക് കിട്ടി. ഞാൻ മാത്രമാണ് കളിക്കാത്തതെന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ ഈ ഗെയിം ഒരു പ്രാവശ്യം കളിച്ചതാണ്. ഒരു പ്രാവശ്യം കളിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് വില്ലേജ് കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഈ ഈ ബട്ടൺ കണ്ട ഗൈസ്. ഇത് മൈൻക്രാഫ്റ്റ് റിയൽ അല്ല, ട്രെയിലറാണ്. ഇത് കളിച്ച് നോക്കിയിട്ട് റിയൽ കളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് ഗെയിമേഴ്സ് ട്രെയിലർ കളിക്കുന്ന കണ്ടിട്ടുണ്ട്. ഈ ഗെയിം ട്രെയിലർ അല്ല, റിയൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ മാത്രമാണ് ഇത് കളിക്കാട്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മളിത് കളിച്ചത്. പക്ഷേ നമ്മുടെ ക്യാമറ ഓണിലല്ല, കാരണം ക്യാമറ ഓഫ് ചെയ്തിട്ടൊക്കെയാണ്. നമ്മുടെ ക്യാമറ ഈ ബട്ടൺ വലുതായതിനാൽ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ക്യാമറ തൊട്ടടുത്താണ് ഇരിക്കണത്. നമ്മുടെ തൊട്ട് മുന്നിലാണ് ക്യാമറ ഇരിക്കണത്. നമ്മളിപ്പം ഈ ഫോണിലോട്ട് ഇങ്ങനെ കൈ വെക്കുമ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ഫോണിലോട്ട് ഇങ്ങനെ കൈ വെക്കുമ്പോൾ നമ്മുടെ കൈ മുന്നോട്ട് വരുമ്പം ക്യാമറയിൽ എത്താൻ ചാൻസ് ഉണ്ട്. ക്യാമറയിൽ നമ്മുടെ കൈ ഒരുപാടായിട്ട് വരുന്നതിനാൽ എൻ്റെ ഒരു പ്രാവശ്യം റെക്കോർഡ് ചെയ്തപ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിൽ ക്യാമറ ഒരുപാടായിട്ട് വരുന്നുണ്ട്. അത് കാരണം ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ആദ്യം മുതൽ കളിക്കുകയാണ്. അതിൽ നമുക്ക് ഈ വില്ലേജ് കിട്ടിയായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്കത് എന്തോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. റെക്കോർഡ് ചെയ്ത സാധനം പോയി. നമുക്കെന്തായാലും അതിൽ ഞാൻ അങ്ങ് ദൂരെയാണ് സ്പോണായത്. ഞാൻ അവിടെ ഇങ്ങനെ നിങ്ങളോട് സംസാരിച്ച് വന്നപ്പോഴാണ് നിങ്ങൾക്ക് എൻ്റെ ക്യാമറ കാണാനില്ലെന്ന് മനസ്സിലായേ. അപ്പം ഞാൻ എന്തെടുത്തു, ഞാൻ ആ വീഡിയോ എൻഡ് ചെയ്തിട്ട് ഞാൻ ഈ വില്ലേജ് എത്തിയ അവിടെ വെച്ച് ഞാൻ തുടങ്ങി. എനിക്കറിയില്ല, ഞാൻ ചിലപ്പോഴാണ് ആ വീഡിയോ എൻ്റെ മുന്നേ ഇടാം. എനിക്കറിയില്ല, ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തോന്നൊരു സംശയം. ആ വീഡിയോ ഞാൻ രാവിലെ ആയിരുന്നു റെക്കോർഡ് ചെയ്തത്. ഈ വീഡിയോ ഇപ്പം ഈ വീഡിയോ ഉച്ചയ്ക്കാണ് ഞാൻ റെക്കോർഡ് ചെയ്യണത്. അത് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മുന്നേ ആ വീഡിയോ വരും. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളിത് കാണുക. എന്താണേലും നമുക്ക് ആ വില്ലേജ് കിട്ടി. ഈ ഗെയിമിനെ കുറിച്ച് ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സ് കളിക്കുന്നത് ഞാൻ കണ്ടതാണ്. ഇതിനകത്ത് ഒരുപാട് സാധനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല. നമ്മളൊരു ക്യാരക്ടർ സെലക്ട് ചെയ്തു, സ്റ്റീവ് എന്ന് പറയുന്നൊരു ക്യാരക്ടർ. ഇതിപ്പോൾ നമുക്കൊരു വില്ലേജ് കിട്ടിയതാണ്. ആ വില്ലേജിലാണ് നമ്മളിപ്പോൾ സർവൈവ് ചെയ്യുന്നത്. ഇപ്പോൾ സന്ധ്യയാവാറായി. ഇപ്പം ഈ ഗെയിമിനെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഈ സമയത്ത് രാത്രിയാകുമ്പോൾ ഓരോരോ ജീവികൾ വരുമെന്ന്, മാക്കാന്മാർ വരുമെന്ന് പറയണ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ റിസ്ക് എടുക്കണം. റിസ്ക്. അയ്യോ, ഇതാണ് വന്ന് മാക്കാന്മാർ വന്ന് സൗണ്ട് കേട്ടാ അത് ഓരോരോ മാക്കാന്മാരുടെയാണ്. ഞാൻ ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഡ്രോപ്പ് ചെയ്താട്ടെ. ഇതെങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇതെടുക്കുക. ഡ്രോപ്പ് ചെയ്ത് ഇങ്ങനെയാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അയ്യോ, ഇത് തിരിച്ചു കയറുകയാണ്. ഞാൻ ഇവിടെ തന്നെ അതെല്ലാം ഡ്രോപ്പ് ചെയ്തോളാം. എന്നിട്ട് നിങ്ങളെ മാക്കാന്മാരെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഈ സാധനം എൻ്റെ കയ്യിൽ നിന്നുണ്ടേ. നിങ്ങളെ പരിചയപ്പെടുത്താം. ഇവിടെയൊക്കെ കാണാറുണ്ട് പലപ്പോഴും ആൾക്കാരൊക്കെ ടീംസിനെയൊക്കെ കാണാറുണ്ട്. ഇതാണ് ടീംസ്. നമ്മളെയും കൊല്ലും, നമ്മളെവരെയും കൊല്ലും. എത്രണ്ണമാണ് ചത്ത്. യു ഡെഡ്. റീസ്പോൺ അടിച്ചാൽ മതി. റീസ്പോൺ പോയിന്റ് നമ്മളൊരു ബെഡിലാണ് സെറ്റ് ചെയ്യുക. റീസ്പോൺ പോയിന്റ് ഇങ്ങനെ അടിച്ചില്ലെങ്കിൽ നമ്മൾ ഡെഡ്.
നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കണം. നമ്മൾ ഡെഡ് ആവും. റെസ്പോൺ പോയിന്റ് നമ്മൾ സെറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡെഡ് ആവും. രാവിലെ ഇവർ വരില്ല. അതാണ് ഇവർ തീ പിടിക്കും. ഇങ്ങോട്ട് വേടാ. തീ പിടിക്കണം. അയ്യോ ചത്തായ കാണണം. നമ്മളെ കണ്ടിട്ട് വന്നതാണ്. പക്ഷെ തീ പിടിച്ച് എല്ലാ എണ്ണം തീ പിടിച്ച്. എല്ലാ എണ്ണം തീ പിടിച്ച് ചത്ത്. ഇതാണ്. ഇനി നമുക്കൊരു കാര്യമുണ്ട്. നമ്മൾ ഉണ്ടല്ലോ. നമുക്കിനി ഓരോരോ ഐറ്റംസ് കിട്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഒരേ ഒരു വഴിയുണ്ട്. മരം പെട്ടിട്ട് ആദ്യമേ ഈ വില്ലേജിലാണ് നമ്മളിനി ജീവിക്കാൻ പോകണം. ഊറ്റി ജീവിക്കും വില്ലേജേഴ്സിനെ. മനസ്സിലായ? ഇതന്നെയാണ് വില്ലേജേഴ്സിനെ ഊറ്റി ജീവിക്കും. പക്ഷെ എനിക്ക് ഇവിടെ ഫസ്റ്റ് ഈ സാധനം എടുക്കണ്ട. മരം കൈ കൊണ്ട് വെട്ടുന്നതാണ് അതിൻ്റെ ഒരു ഇത്. മരം പെട്ടെന്നുണ്ടായിട്ട് വരും. ഈ വില്ലേജേഴ്സ് പാവങ്ങളായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈ വില്ലേജേഴ്സിൻ്റെ കൂടെ ഇവിടെ ജീവിക്കാം. ഒത്തിരി നമ്മളൊന്നും ജീവിക്കില്ല. ഈ വില്ലേജേഴ്സിലുള്ള ഭക്ഷണം കൂട്ടൊക്കെ തീർന്നു കഴിഞ്ഞാൽ എല്ലാം ഇവിടെ പോകും. അതാണ് നമ്മുടെ ഒരു ഇത്. മനസ്സിലായ? അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ ഒരു രീതി. ഏത് സീഡാണോ ഇത്? അത് പോട്ടെ. കുറച്ച് വുഡൊക്കെ കളക്ട് ചെയ്യാം. വുഡ് അമൂല്യമാണ്. അത് പാഴാക്കരുത്. ഇത് സീഡല്ലേ? ഈ സീഡ് നമുക്ക് എന്തായാലും കളക്ട് ചെയ്തേക്കാം. ഞാനിവിടെ ഒരു വീടുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പം വീട്ടിലൊക്കെ ഫാമിംഗ് ഏരിയയൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടേ വീടുണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഫാമിംഗ് ഏരിയയൊക്കെ സെറ്റാക്കണ്ടായോ വോയിസ്? ഇപ്പം നമ്മളൊരു നോർമൽ വീടുണ്ടാക്കാം ആദ്യമേ. ഒരുപാട്, അതായത് ഒരാൾ കമൻ്റ് ഇട്ടു, ബ്രോ എവിൾനൺ കളിക്കാൻ. എവിൾനണ്ണോ? അതേത് ഗെയിമാടാ? അറിഞ്ഞുകൂടാട്ടോ. എനിക്ക് ആ ഗെയിമിനെ കുറിച്ച് അറിയില്ല. എന്തായാലും ഞാൻ കളിച്ചു നോക്കാം. അത് ആരെന്നറിയത്തില്ല. എനിക്ക് എന്താണ്ട് ജിബിൻ അങ്ങാണ്ട് പേരുള്ള, ജിബിൻ എന്നോ അങ്ങനെയാണ്ട് പേരുള്ള ഒരാളാണ് കമൻ്റ് ഇട്ടത്. ജിബിൻ ആളാണ് കമൻ്റ് ഇട്ടത്. അറിഞ്ഞൂടാ. എന്തായാലും ബ്രോ നമ്മൾ കളിക്കും. അത് കളിക്കും, അവർക്ക് ഉറപ്പാണ്. നമ്മളെന്തായാലും ഇത് കളിച്ചിരിക്കും. ഉണ്ടാക്ക്. എടുത്തോ. സാധനം ഉണ്ടാക്കിക്കോ. ഇനി ഉണ്ടാക്കണം. സാധനം ഉണ്ടാക്കിക്കോ. ഒരു സീനും ഇല്ല. എല്ലാ മരം തീർത്തോ. മരം എല്ലാം തീർത്തായ. ഉണ്ടാക്ക്. എല്ലാം ഉണ്ടാക്കി. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. ഇനി ഞാൻ കാണിച്ചു തരാം. ഈ ഗെയിം ഞാൻ ഒരുപാട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ പഠിച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ സ്പോൺ ചെയ്യാൻ അവരെ തന്നെ കാണിച്ചു തന്നു. കണ്ടാ? ഇനി ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. ഫസ്റ്റ് ഞാനൊരു ഷീൽഡ് ഒരെണ്ണം ഉണ്ടാക്കട്ടെ. ഒരു ഷീൽഡ്. ഈ ഷീൽഡ് ഇമ്പോർട്ടൻ്റ് സാധനമാണ്. കണ്ടാ? ഈ ഷീൽഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇനി നമുക്ക് എന്തുണ്ടാക്കാം? ഇത് തന്നെയുള്ള സാധനം, പുതിയ സാധനമാണല്ലോ ഇത്. ഒരു അയൺ ബ്ലോക്ക് വേണം, 2 കട്ട. അതേ എനിക്ക് വന്നിട്ടേക്കാം. കുറേ സാധനം ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വന്നിട്ടുണ്ട്. കോടാലി ഉണ്ടാക്കാനുള്ള അയൺ മതിയില്ല, 3 അയൺ വേണം. ഈ സാധനം എന്തെല്ലാം ഒന്നും ക്രിയേറ്റ് ചെയ്തേക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. കളി. ഇനി നമ്മളൊരു വീട് ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല. ഇത് ഈ വില്ലേജേഴ്സിനെ നമുക്ക് കൂട്ടി ജീവിക്കാം. ഇതെങ്ങനെ സാധനം? അയ്യോ ഇത് എറിയാനുള്ള. അയ്യോ ഇതെങ്ങനെ സാധനം യൂസ് ചെയ്യാ? അയ്യോ ചമ്മീൻ തോന്നുന്നേടാ.
അയ്യോ ഇത് എങ്ങനെ യൂസ് ചെയ്യാ? ഇതിട്ട് സ്പീഡിൽ ഓടാൻ പറ്റും. അയ്യോ സ്പീഡിൽ ഓടി ഓടി ചത്ത സാധനം ചെയ്ത് എന്തേലും ജീവനെ കാണണ്ടേ? ഉയ് ഇവിടെ മോനെ അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം, സ്പീഡിൽ ഓടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ടൊന്നിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, സ്പീഡിൽ ഓടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള സാധനമാണ് തോന്നുന്നു. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് വീട് ക്രിയേറ്റ് ചെയ്യാം. എൻ്റെ വീട് ഈ ഒരു ഏരിയയിലോട്ട് വെച്ചാലോ? വില്ലേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ വേണ്ടല്ലേ? കുറച്ചങ്ങോട്ട് കയറ്റി വെച്ചാലോ? ഇവിടെ വെക്കണം. ആടാ ഈ സ്ഥലത്ത് നോക്കാം, ഈ സ്ഥലത്ത് നോക്കാം. ഒരു നിരന്ന സ്ഥലം. ഇവിടെയാണ് നമ്മുടെ വീട്. ഫസ്റ്റ് ചെറിയൊരു പരിപാടിയുണ്ട്. എൻ്റെ വീട് വെക്കുന്ന സ്ഥലത്ത് ഒരുത്തനും ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് എൻ്റെ ഒരു ഇത്, മനസ്സിലായി? ഇത് ഞാൻ റോബ്ലോക്സ് കളിച്ച് ഇതെങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അതാണ് ചെറിയൊരു മനസ്സിലായ. ഓക്കെ 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 ഇനി ഒരുത്തനും ഇരിക്കാൻ സമ്മതിക്കില്ല. ഒരു ടൂളങ്ങ് ഉണ്ടാക്കിയേ. ഇതാണ് ടൂൾ. ഇത് കുറച്ച് സ്പീഡിൽ പൊട്ടാൻ തുടങ്ങിയില്ലേ? ചാവടാ. എനിക്ക് ഒന്ന് കൈ ആയിരിക്കും ഇതിനെക്കാട്ടി ഫസ്റ്റ്. ഒരെണ്ണം ഫ്രീ ആയിട്ട് വെക്കണം, കൈ ആയിട്ട് വെക്കണം. അപ്പോഴും നമ്മളങ്ങനെ ചെയ്യാം. കണ്ടാ ഇത് കൈയാണ് ഇതിൻ്റെ സ്പീഡ്. ഇത് എൻ്റെ വീടിരിക്കേണ്ട സ്ഥലമാണ്. ഇവിടെ ഒരു മരവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അതാണ് നമ്മുടെ ഒരു രീതി. ഈ നമ്മുടെ ഈ വടി വന്നാൽ എത്ര വടിയാണ് ഇത്? ആ വടിയെങ്കിൽ വടി എന്തേലും ഉണ്ടെങ്കിൽ കിട്ടിക്കോ. കുറച്ച് തടിയും കിട്ടും. എല്ലാം ചത്ത് എല്ലാം ചത്താണേ. ഇത് വേറെ മരമായിരുന്നാ? ആ എല്ലാ മരവും വെട്ടേണ്ടി ഞാൻ. ഓ ഈ മരത്തിൻ്റെ എല്ലാം കഴിഞ്ഞു. ഇനി ഈ മരത്തിൻ്റെയും ആ മരത്തിൻ്റെയും എത്ര മരമാണ് ഇവിടെ തന്നെ? എല്ലാ മരത്തിൻ്റെയും വെട്ടിക്കളയാണ്. എന്തായാലും എൻ്റെ സ്ഥലത്ത് നിങ്ങളൊന്നും അങ്ങനെ കുടിയേറി താമസിക്കണ്ടെന്ന്. ചാവടം മരങ്ങളെ എല്ലാത്തിനും കൊല്ലും ഞാൻ ഒരു ടൈപ്പാണ്. എല്ലാത്തിനും ഞാൻ കൊല്ലും, എല്ലാ മരത്തിനെയും ഞാൻ കൊല്ലും. ഏത് മരമാണെന്നൊന്നും നോക്കത്തില്ല. സെറ്റ്. ഓക്കെ സെറ്റ്. ഈ ഒരു മരം കൂടെ വെട്ടിയിട്ടുണ്ട്. അവിടെ ഇവിടെയുള്ള എല്ലാത്തിനെയും അങ്ങ് വെട്ടിക്കോ. ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല, എല്ലാത്തിനെയും അങ്ങ് വെട്ടിക്കോ. ഇവിടെയുള്ള എല്ലാ മരത്തിനെയും അങ്ങ് വെട്ടിക്കോ. ഒരു വഴിയില്ല. ഇവനെ വെട്ടേണ്ട കാര്യമില്ലായിരുന്നു. എന്നാലും ഇവൻ്റെ പകുതി പോയ സ്ഥിതിക്ക് ഇവനെ വെട്ടാതെ വേറെ വഴിയില്ലല്ലോ. ആ ഒരു കാരണത്താലാണ് ഞാൻ ഇവനെ കൂടെ വെട്ടണത്. ഓക്കെ ഉള്ള 3 മരത്തിൻ്റെ തടി മാത്രമാണ്. അടുത്ത ഈ മരം നല്ല സ്പീഡിൽ ഓടുന്ന സാധനം എൻ്റെ അടുത്തെല്ലാം കിട്ടുമല്ലോ. പിന്നെന്തിനാണിത്? ഓക്കെ നെക്സ്റ്റ് വൺ.
ഓക്കെ ഓക്കെ. അയ്യോ രാത്രിയായ. ആ ഒരു മരം വെട്ടി വന്നപ്പോഴേക്കും രാത്രിയായത്. പോക്ക് നോക്കിയേ, ഒരു മരം വെട്ടിയതേ. ഓപ്പൺ ദ ഡോർ, someone open. ഡ്യൂറിങ് നൈറ്റ് ആകുമ്പോഴേ ഒരു വില്ലേജേഴ്സ് ഇവിടെ കിടക്കില്ല. ഇതെൻ്റെ ഏരിയ. പറയുമ്പോ ഒരു വില്ലേജേഴ്സും കിടക്കില്ല ഈ സ്ഥലത്ത്. ഇതെൻ്റെ ഏരിയ. രാത്രി എന്ത് നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കിടന്നു ഉറങ്ങിപ്പോയി. അയ്യോ ലോൾ. അപ്പം നമ്മൾ ഓക്കെ അതൊന്നും വേണ്ടോ. എൻ്റെ പൊന്നെ, ഇത്രയും വലിയ വീടാ. ഇതെന്നെ ജസ്റ്റ് കൂടുതലാ. അപ്പോഴാണ് ഞാൻ പിന്നെയും വീടുണ്ടാക്കാൻ പോണത്. എടാ നിൽക്ക് ഞാൻ ഇവിടെ വെച്ച് ഇതിനാണ് പിന്നെ 52 ക്രാഫ്റ്റ് ചെയ്യാന്ന്. അങ്ങ് ഉണ്ടാക്കി. എന്താണിത്? എല്ലാത്തിനെയും അങ്ങ് ഉണ്ടാക്കണം. നമ്മൾ എന്ത് കിട്ടിയാലും നമ്മൾ അങ്ങ് ഉണ്ടാക്കും. അതാണ് നമ്മുടെ ഒരിത്. മനസ്സിലായ? എന്ത് കിട്ടിയാലും നമ്മളങ്ങ് ഉണ്ടാക്കും. നമ്മളൊരു റെഡി. നിന്നൊക്കെ അടി ഇവനൊന്ന് വെട്ടാൻ പറ്റില്ലല്ലോ. വെട്ടാൻ പറ്റില്ല. ഇങ്ങനെയാണ് വെട്ടണ്ട. കൊന്നു കേട്ടാനങ്ങ്. എൻ്റെ ഏരിയ വന്നിട്ട് എന്നോട് കളിക്കുന്നടാ. ചാടാ. എല്ലാത്തിനും കൊന്ന്. കോഴിയാ. കോഴീനെയൊക്കെ ഒറ്റ വീടിനെ വന്ന്. ഓക്കെ 2 3 4 5 6 ഇത്ര നീളം മതിയാ. 7 8 9 10. ഇതാണ് എൻ്റെ വീടിൻ്റെ പ്ലാൻ. 1 2 3 4 5 6 7 8 9. ഇങ്ങോട്ട് 9 ആണോ? 1 2 3 4 5 6 7 8 9 10. സെറ്റ്. 1 2 3 4 5 6 7 8 9. സെറ്റ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മേളിലോട്ട് വെച്ച് തുടങ്ങാം. ഈ ഒരു ഗ്യാപ്പ് പോരാ. ഈ ഒരു മിനിമം ഈ ഒരു ഇതെങ്കിലും വേണം അല്ലേ? ഈ ഒരു ഹൈറ്റ് വേണം വീടിന്. അത് വേണം. സെറ്റ്. അയ്യോ ഈ ഒരു ഹൈറ്റ് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് താഴെ വീഴുവേ. എന്താണ് നമുക്ക് താഴെ വീഴാണ്? ഒരെണ്ണോടെ ഉള്ളൂ കേട്ടോ. തീർന്ന്. അടുത്ത മരം വെട്ടിക്കോ. മരം വെട്ടിക്കോ. ഒരു സീനും ഇല്ല. മരമെല്ലാം വെട്ടിക്കോ. എല്ലാ മരം വെട്ടിക്കോ. അത്രേ ഉള്ളൂ. ഒരു സീനും ഇല്ലടാ.
എല്ലാ മരം വെട്ടിക്കോ, ഒരു സീനുള്ള കാര്യമില്ല. മരം വെട്ടിക്കോ, മരം വെട്ടിക്കോ, മരം വെട്ടിക്കോ, വെട്ടിക്കോ വെട്ടിക്കോ വെട്ടിക്കോ. അയ്യോ ആ മരം ഇങ്ങനെ എടാ മോനെ. നെക്സ്റ്റ് മരം വെട്ടിക്കോ, വെട്ടിക്കോ 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 വെട്ടിക്കോ. ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. നമുക്കിത് ക്രിയേറ്റീവ് ആയിട്ടുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും സാധനം എടുത്ത് നമ്മുടെ കൈ വെച്ചിട്ട് നമുക്ക് സർവൈവൽ ആക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലൊരു ത്രില്ലില്ല ഗൈസ്. എല്ലാം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ ഒരു ത്രില്ലുള്ളൂ. ഇത് 160 ദിവസം കൊണ്ട് നമ്മൾ സർവൈവ് ചെയ്യണമെന്നാണ് ഈ ഒരു ഗെയിമിൻ്റെ നിയമം. അയ്യോ എന്തോ എല്ലാവരും അടിച്ചല്ലേ ഇപ്പോൾ, അതെനിക്ക് തോന്നിയതാണ്. അയ്യോ ഇത് ഞാൻ ഇതാക്കിയില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ, ഓ ഇതിങ്ങനെയല്ല എന്നുള്ള കാര്യം ഞാൻ മറന്നു പോവാ. ഞാൻ പിക്ക് ഇങ്ങനെ ഓൾറെഡി ഇവിടുന്ന് ഞാൻ ഇങ്ങനെ അങ്ങ് എടുക്കാൻ നോക്കുക. 98 ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ 64 അടുത്തായി. ഇത് കുറവാട്ടാ. ഓക്കെ 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 തീർന്നു. ഓക്കെ 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 ഇത് തികയത്തില്ലെന്ന് തോന്നുന്നു ഇത് അടിയൊന്നും. ഓക്കെ 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 എങ്ങനെയോ തികഞ്ഞു. അവിടെ നിന്ന് എവിടം വരെ എത്തൂലേ? അയ്യോ വേറെ എവിടെ വെച്ചാ? തീർന്നു. ഏയ് പക്ഷെ അങ്ങനെ ഞാൻ വെച്ച് ചാവില്ലായിരിക്കുന്നു. രാത്രിയായോടാ എത്ര പെട്ടെന്ന്? ഇല്ലല്ലോ. ഞാൻ രാത്രിയൊന്നും പറഞ്ഞു പോകാതിരിക്കുന്നു. അയ്യോ ഈ സാധനം ചത്തുകടാ, ഈ സാധനം തീർന്നു. അയ്യോ രാത്രിയായി. എൻ്റെ പൊന്നെ ചത്തേനിപ്പോൾ ജസ്റ്റ് മിസ്. ചെറുതായിട്ട് ചീറ്റിങ് കാണിച്ചാലോ വയസ്സ്. ഇത്രയും തടിയൊന്നും വെച്ച് വീടുണ്ടാക്കണം നടക്കണ കാര്യമല്ലേ. അപ്പോൾ നമുക്കാണ് ചെറുതായിട്ട് ചീറ്റിങ് ഒക്കെ കാണിക്കാമല്ലേ. ചെറുതായിട്ട് ചീറ്റിങ് ഒക്കെ കാണിക്കാം. വേണ്ട വേണ്ട വയസ്സ് വേണ്ട. അത് ഭയങ്കര ചീറ്റിങ് ആയിപ്പോൾ. ആ ഒരു ചീറ്റിങ് നമ്മൾ ചെയ്യരുത്, ആരും ചെയ്യരുത്. ആരും ആ തെറ്റ് ചെയ്യരുത്. രാത്രി ആവുന്നില്ലല്ലോ. ഇതാണത് രാത്രി ആവാത്ത. തോന്നിയതാണോ എനിക്ക് രാത്രിയാവണായിട്ട്? അതിലടുത്ത മരം വെട്ടിയേക്കാം, സീനില്ല. എന്തൊക്കെയോ പട്ടി ഇറക്കണതും
പ്രത്യേക തരത്തിലുള്ള സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഞാൻ അതൊന്നും മാനിക്കാതെ എല്ലാം പൊട്ടിക്കുകയാണ്. നമ്മളതൊന്നും മാനിക്കുന്നില്ല. എപ്പോഴാണ് ഈ കോടാലി പൊട്ടിപ്പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പൊട്ടിപ്പോയി, കോടാലി പോയി. ഇനി കൈ കൊണ്ട് വെട്ടേണ്ടി വരും. വെട്ടിക്കോ. 9 ഒരു തടിയാണ് അവിടെ കണ്ടത്. ഇത് ഞാൻ വെട്ടാൻ ഇറങ്ങിയപ്പോഴേക്കാണ് രാത്രിയായ ഒരു ഫീല് വന്നത്. ഇതിനകത്ത് മ്യൂസിക് ഉണ്ടല്ലോ അവിടെ. ഈ മ്യൂസിക് ഓഫ് ചെയ്യാൻ പറ്റുമോ? മ്യൂസിക് ഇല്ല. ഗെയിം നമുക്ക് നമ്മുടെ സ്വന്തം ഡ്രസ്സ് എടുക്കാൻ പറ്റുമോ അവിടെ ഇതിൻ്റെ അകത്ത്? അയ്യോ ഇപ്പോഴാണ് രാത്രി ആയത്. ഇത് പട്ടി. പ്രത്യേക വിധത്തിലുള്ള പട്ടിയൊക്കെ അന്ന്. അതാരും നോക്കണ്ട, അത് ഞാൻ ദിവസം തുമ്പിയതാണ്. അത് ആ ഗെയിമിൻ്റെ ഒന്നുമല്ല. അവിടെ പ്രത്യേക തരത്തിലുള്ള പട്ടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങി. രാത്രിയാവുമ്പോൾ നമുക്ക് കാണാം. രാത്രി ഇറങ്ങ് കാണണ്ടൊന്നുമില്ല. പിന്നെ രാത്രിയാവണം നോക്കിയിരുന്ന് ചാവാൻ പോവാണ്. മാറ്റി ഞാൻ നെക്സ്റ്റ് ഇന്ന് രാവിലെ എണീറ്റ് വുഡ് വെട്ടാൻ പോവാം. രാവിലെ എണീറ്റ് വുഡ് വെട്ടാൻ പോവാം. ഇതെന്താണ് ഒരു സരുവിയാ? എന്താണ്ട് ഉറവ പൊട്ടിയെന്നാണ് തോന്നുന്നത്. ഡാം പൊട്ടിയെന്നാണ് തോന്നുന്നു. മറ്റേ ഡാമല്ലല്ലോ അതിന് പറയാ, സാധനം ഉണ്ടല്ലോ അതിന് പേര് എന്താണ്ട്. ഏതോ ഒരു സ്ഥലത്ത് എന്താ പൊട്ടിയെന്ന് പറഞ്ഞു കേട്ടില്ലേ? എന്താ മലര ഉരുള ഉരുള് പൊട്ടീന്ന് കേട്ടില്ലേ? അയ്യോ നമ്മുടെ വീടിന് ഡോറില്ലേ? വില്ലേജിലോട്ട് നോക്കിയിരിക്കുന്ന ഡോർ വേണോ അതോ ഈ സൈഡ് വേണോ? കാട്ടി വേണ്ട എന്തായാലും ഡോറ്. അത് ഇവിടെ വെക്കാം. അയ്യോ പരിപാടി ഇവിടെ പൊട്ടിക്കുക. ഇതാണ് നമ്മുടെ ഡോറ്. ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഡോറ് വരുന്നത്. ഈ രണ്ട് സാധനം ഞാനിത് കൈ പിടിച്ച ഡേട്ടൊക്കെ ഇവിടെ സ്ഥാപിച്ചോ? ഒരു സീനും ഇല്ല. ഡേട്ടൊക്കെ ഇവിടെ സ്ഥാപിച്ചാൽ മതി. ഈ ഒരു ഉരുള് പൊട്ടണ സ്ഥലത്താണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. എന്തൊരവസ്ഥയാണെന്ന് ഓർത്ത് നോക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഉരുള് പൊട്ടണ സ്ഥലത്ത് നിന്നാണ് ഞാൻ ഇതൊക്കെ ചെയ്തായിരുന്നത്. ഓക്കെ ഞാനിത് ഓക്കെ ഇനി ഞങ്ങൾക്ക് 20 തടിയുണ്ടോ? അപ്പോൾ ഇത് കുറേ ഉണ്ടാക്കാമല്ലോ. ഇത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് തന്നെയല്ലേ ഞാൻ നേരത്തെ ഉണ്ടാക്കിയേ. ഓക്കെ ഐഡിയ. സ്റ്റെപ്പ് ഉണ്ടായിരുന്ന 4 സ്റ്റെപ്പ് കിട്ടി. ഡോറ് ധാരാളം. ഇങ്ങോട്ട് വെച്ചോ. ഇതൊക്കെ ധാരാളം വയ്ക്കാം. ഇതിന് ധാരാളമാണ്. എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇതൊക്കെ ധാരാളമാണ്. ഇതൊക്കെ നമ്മുടെ ഒരു ധാരാളമായിട്ട് താക്കാവുന്നതാണ്. അപ്പം സെറ്റ് ആണല്ലോ. അയ്യോ ഇതെന്താണ് പണിയാണല്ലോ, മൊത്തം പണിയാണ്. അയ്യോ ഞാൻ കണ്ടിപ്പോൾ ഇവിടെ പടച്ചേനെ. ധാരാളം നോക്കി ഇനി നമ്മുടെ ലാപ്ടോപ്പിൻ്റെ വയറേ
എനിക്ക് ഈ മൗസിൽ സാധാരണ ഇതൊക്കെ ചെയ്യാൻ അറിയാമല്ല, ഗെയിമൊന്നും കളിക്കാൻ അറിയില്ല ലാപ്ടോപ്പിൽ. അതാണ് പ്രശ്നം. പിന്നെ അതിൻ്റെ വയർ എൻ്റെ കാലെ കുരുങ്ങിയിരിക്കുകയായിരുന്നു, ഒന്ന് റെഡിയാക്കിയതാണ്. അതിൻ്റെ ആയിരിക്കും നിങ്ങളുടെ സൗണ്ടൊക്കെ കേട്ടെ. അപ്പം കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അത് ഒരു കൺഫ്യൂഷനാണ്. 19 ഉള്ളത് അങ്ങനെ നിൽക്കുന്നതൊക്കെ ചെത്തിക്കളഞ്ഞു. വേസ്റ്റാക്കരുത്, ഒരെണ്ണം പോലും നമ്മൾ വേസ്റ്റാക്കാൻ പാടില്ല. 64 ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ 19 ഉള്ളത്. ഒരു ബ്ലോക്ക് കൂടെ ഉണ്ടാക്കിയാൽ മതി. അതിന് കുറച്ച് മരം ഇനിയും വേണമല്ലോ, കുറേ. നമുക്ക് കുറച്ച് ഇതായാലോ, കുറച്ച് ചെറിയൊരു ചീറ്റിംഗ് ഒക്കെ ആയാലോ. കുഴപ്പമൊന്നുണ്ടാവില്ല, ഇത്രയും വേണ്ടേ. ഇതാണ് ഞാൻ ആദ്യം കൊള്ളാട്ട ഗൈസ്. ഇതിൽ ക്രിയേറ്റീവ് എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്, ഭയങ്കര ഇഷ്ടപ്പെടിക്കണം. നമ്മുടെ ചീറ്റിങ് ഒന്നും നടക്കൂല. ഇതിൻ്റെ ഡ്രസ് റൂമൊക്കെ എടുക്കണം, അത് നമ്മുടെ ചീറ്റിങ് നടക്കൂല എന്നാണ് പറഞ്ഞവർ. ഇത് സർവൈവ് ചെയ്ത് തന്നെ കളിയണം, അല്ലാതെ നടക്കൂല. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊരു ചീറ്റിങ്ങൊക്കെ ആവായിരുന്നല്ലേ. ഇത് കുറച്ച് തടിയുടെ ആവശ്യമൊക്കെ ഉണ്ട്, എനിക്കൊരു ചീറ്റിങ്ങൊക്കെ ആവാം. തടിയുടെ ആവശ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ചീറ്റിങ് ചെയ്യാത്തത്. അല്ല, ക്രിയേറ്റീവ് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ്. മൈൻക്രാഫ്റ്റ് കയറ്റണം എന്തായാലും. നമ്മൾ ഈ ഒരു ഗെയിം കുഴപ്പമില്ല, നമുക്ക് എന്തായാലും മൈൻക്രാഫ്റ്റ് കയറ്റി നോക്കാം. അറിയാൻ കയറ്റാം, സീനില്ല. പക്ഷെ കുറേ ടൈം വേണം കേട്ടോ നമുക്ക്. അയ്യോ, 3 ഡോർ കിട്ടിയ. ഇപ്പം ഞാൻ കാര്യം പറയട്ടെ, ഇതല്ല നമുക്ക് ആവശ്യം. അയ്യട മനമേ, ഞാൻ ഇതെടുത്ത് അടച്ചായത് ചുമ്മാ അല്ല. എടുക്ക് 20 ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ 5 വെച്ച്. $26 കിട്ടിയ എൻ്റെ. ഇത് പൊട്ടിച്ച് ഡോറ് 2 പൊട്ടിച്ചേ. ഒരു പ്രശ്നമുണ്ട്, ഡോർ പൊട്ടിക്ക്. ചെറിയൊരു ഐഡിയ കിട്ടി. ഈ മേളിലോട്ട് 2 പൊട്ടിക്കണം, നല്ലൊരു ഇതുള്ളൂ. ഇനി നമ്മുടെ ഡോറ് ഓക്കെ. ഇനി 2 സ്റ്റെപ്പ് സെറ്റ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉൾഭാഗം. പക്ഷെ കഴിഞ്ഞിട്ടില്ല, ഇനി ഒരുപാട് പണിയുണ്ട്. ഇത് നമ്മളിങ്ങനെ ചെയ്യണം. അപ്പോൾ 24 ബ്ലോക്ക് മതിയാവുമോ? പോരാ, ഒരുപാട് എടുക്കണം. ഈ ഒരു വീട് പണിയുന്നതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. ഒരു വിളക്ക് കുത്തിക്കുക ഇവിടെ. ഹലോ നമ്മൾ കണ്ടിട്ട് എത്ര നാളായടാ കുട്ടാ. എന്നെ വെറുതെ അടിച്ചു വിട്ടിട്ടുണ്ട്. വിളക്ക് ഇപ്പം നമ്മുടെ വില്ലേജിൽ തന്നെ വന്നുകൊണ്ട് വിളക്ക് വേറെ എടുക്കേണ്ട കാര്യമില്ല. വില്ലേജ് ഒന്ന് പെട്ടോണ്ടേ അതിൻ്റെ വേറെ വിളക്ക് വേറെ എടുക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് പേടിക്കാനില്ല. വിളക്കടാ മക്കളെ. വിളക്ക് ഈ ഒരു ഏരിയയിലൂടെ ഒരെണ്ണം വെക്കാം. ഒരെണ്ണം ഇവിടെയാണ് വെക്കേണ്ടത്. സെറ്റ്. ഇനി നമ്മൾ ഇവിടെ ഒരെണ്ണം വയ്ക്കുക. ഇങ്ങനെ സൈഡ് ഫസ്റ്റ് വെച്ച് ഉള്ളോട്ട് വരാം, അതാണ് നല്ലത്. നമ്മൾ പെട്ടെന്ന് തീർന്നു പോയതിന് വൃത്തികേടില്ല. വേറെ എടുത്തുകൊണ്ട് വരുന്ന വഴിയേ
ഓ ഈ ഒരു വീട് പണി ഭയങ്കര പണിയാട്ടാ. ഇത് എന്താ ഈ മിക്കവാറും എനിക്കൊന്ന് യൂട്യൂബേഴ്സ് എല്ലാം ചെയ്യണം ക്രിയേറ്റീവ് ഇട്ടിട്ടാണ്. അത് നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റീവ് ഇടാനും പറ്റില്ല, അതാണ് പ്രശ്നം. ക്രിയേറ്റീവ് ഇടാൻ പറ്റി വെച്ചാൽ കുറവായിരുന്നു, പക്ഷെ ഇതിനകത്ത് ഇടാൻ പറ്റില്ല. ഇത് നേരത്തെ ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ അടിയത് ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മളത് കൊടുക്കാൻ ആടാ. അപ്പം തീർന്ന് കണ്ട ഇപ്പോൾ ഒരു ഡിസൈൻ പോലെ ആയില്ലേ. ഇനി പോയിട്ട് മരമൊക്കെ വെട്ടിക്കോ. ഇവിടെ ഒരു കാടാണ് നിൽക്കുന്നത്. എന്താ വള്ളി ഇങ്ങനെ പിടിച്ചിരിക്കണ. മരം ഫുള്ള് വെട്ടിക്കളയണം, അപ്പം വള്ളിയെല്ലാം നോക്കോളൂ. 5 മരമായി, 6 മരം നിസ്സാരമായിട്ട്. ഓ എനിക്ക് ഇത്ര നേരം ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല. അയ്യോ ഇതല്ലല്ലോ നമ്മുടെ ഇൻവെർട്ടറിയിൽ. അയ്യോ നമുക്ക് എന്താണൊക്കെ കിട്ടിയില്ലായിരുന്നാ? ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഇത് രണ്ടും കിട്ടി. ഇത് രണ്ടും ഇടാമല്ലോ. ഇതിന് 2 സാധനം കൂടെ ഇട്ടാൽ മതിയാ, അതെവിടുന്നേലും കിട്ടുമായിരിക്കും. ഓൾമോസ്റ്റ് രാത്രി ആവാറായി. നെക്സ്റ്റ് ഈ അമ്പ എന്തിനാണെന്ന് മനസ്സിലായില്ലേ? അയൺ സ്പിയർ. ആരാടാ എൻ്റെ അടുത്തേക്ക് വരുന്നേ? ആടാ കുന്തം. ഹൈ ഇതെടുത്ത് മാറ്റിയെന്ന്. അയ്യോ രാത്രിയായി, പണിയായി. ആര് ബെഡിങ് പൊട്ടിച്ച് നൈസിനും എടുത്ത്. നമുക്കിനി വില്ലേജിലോട്ട് പോകണ്ടല്ലോ ഉറങ്ങാനായിട്ട്. ആര് ബെഡിങ് നൈസിനും എടുത്ത് മഞ്ഞ ബെഡ് കിട്ടി. സെറ്റ് റീസ്പോൺ പോയിന്റ്. ബ്രോ റീസ്പോൺ പോയിന്റ് സെറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തെന്ന് തോന്നിയ, അതുകൊണ്ടാണ് സെറ്റ് ചെയ്യാൻ പറ്റാത്ത. നെക്സ്റ്റ് സാധനം 32 കിട്ടി. കുഴപ്പമില്ല, 32 സെറ്റ്. സെറ്റായില്ലേ ഇപ്പം? കാരണം പോരെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് അടിത്തറയൊക്കെ കെട്ടിയിട്ടാണ് വീട് പണി തുടങ്ങേണ്ടത്. ഞങ്ങളുടെ വീട് പണി തുടങ്ങാൻ കഴിഞ്ഞാൽ അടിത്തറ കേൾക്കണം. എന്നാ പറയാനാണ്. ഇതിൻ്റെ അടി ഫസ്റ്റ് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നും ഇതിനടി വെക്കാൻ നേരത്ത്. ബെഡ് അവിടെ ആയിട്ട് വെക്കണ്ട, ബെഡ് ഈ കോർണറിൽ ഇരിക്കട്ടെ. ബെഡ് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ട്.
ഐഡിയ അനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് ഈ താഴെ ബെഡ്റൂം ആക്കണ്ട, നമുക്ക് മേളിലൊരു ഒരു റൂഫ് കൂടെ പണിയാം. പക്ഷെ അതിന് ടൈം എടുക്കും, ഒരുപാട് ടൈം എടുക്കും. നിങ്ങളിപ്പോൾ കുറേ നേരം എടുത്ത് കാണേണ്ടി വരും. വീട് പണിയണതാണ് നമ്മൾ മാത്രമാണ് ഈ വീഡിയോ. മൈൻക്രാഫ്റ്റിൽ വീട് പണിയുക, മൈൻക്രാഫ്റ്റ് അല്ല, ട്രെയിലറി. ഈ പാട്ട സാധനമൊക്കെ എൻ്റെ കൈ കയറുള്ള ഈ ഡേട്ടൊക്കെ മദറിൽ കയറുള്ളൂ. എല്ലാം കളക്ട് ചെയ്തോ. എന്തിനാണെന്നാണ് അറിയാത്തത്. ഡേട്ടൊക്കെ എന്തിനാണ് കേട്ടോ. ഒന്നുകൂടെ ഇനി കുറേ തടി എടുക്കണം. ഫസ്റ്റ് ഈ വില്ലേജിലുള്ള എല്ലാ വീടും ഒന്ന് അരിച്ചു പേർക്കാം. എന്തേലും മറ്റേ അയണിൻ്റെ വല്ല കോടാലി കിട്ടിയാലേ നല്ലതാണത്. അതുകൊണ്ടാണ് ഈ വീടൊക്കെ ഒന്ന് അടിച്ചു പേർക്കാം. ഇവിടെ കിട്ടിയില്ല, ഇവിടെ ഒന്നുമില്ല. ഇതാരാണിത് പണിഞ്ഞു വെക്കണമെന്നാണ് എനിക്കറിയാത്തത്. ഇതെൻ്റെ ഇപ്പം ഈ ഒരു വില്ലേജ് ഞാനിങ്ങനെ മേടിച്ചേട്ടാ. ഇതിപ്പോൾ എൻ്റെ വില്ലേജായി മാറി. ദിസ് ഈസ് മൈ വില്ലേജ്. കിട്ടി. ജസ്റ്റ് ഞാൻ ഓർഡർ എടുത്തതാണ്. എടാ ഇത് അയണില്ലടാ. ഇത് അയണല്ലേ? നിൽക്കേ, എൻ്റെ സാധനമുണ്ട്. പൊട്ടിക്ക്. അയൺ ബ്ലോക്ക്, അയൺ. ഇത് അയണല്ലേ? സ്മൂത്ത് സ്റ്റോൺ. പറ്റിക്കാൻ ഇത് കണ്ടിട്ട് അയൺ പോലെ തോന്നി. എന്തിനെങ്കിലും യൂസ് വരും, അപ്പം യൂസ് ചെയ്യാം. കണ്ടിട്ട് അയണിൻ്റെ വലിയ ബ്ലോക്ക് പോലെ തോന്നി. വേറെ എവിടെയാണ് എൻ്റെ വീട് വരണം? ഓ, ടോപ്പിലുണ്ടല്ലേ. ടോപ്പിലേക്ക് നമുക്കൊരു റോട്ട് പോലെ ഇടണം. ഇനിയുള്ളതെല്ലാം അയ്യോ മേളിതാണ്ട് അയൺ ഗോതം. അയൺഗോളം ഉണ്ട്, അയൺഗോളം. ഈ ചെസ്റ്റ് ഞാൻ ഒന്ന് കയറിയാണ്. ചെസ്റ്റ് ഞാൻ തുറന്നതാണല്ലേ. നെക്സ്റ്റ് ഈ ചെസ്റ്റ് തുറക്ക. ഇവിടെയൊക്കെ ഞാൻ വന്ന് കയറിയതാണ്. വേറെ ഇനി ഇതിനെ മണ്ടക്കുണ്ട. ഇങ്ങോട്ട് വല്ല നമുക്കൊരു വഴി പോലെ ഇടണം. അയ്യോ, എടാ സീക്രട്ട് സ്പോട്ട്. എന്താ ഈ വില്ലേജേഴ്സിൻ്റെ സ്പോട്ട്? ഇത്രയുള്ള വേറെ സ്ഥലമൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ഒന്നും കിട്ടിയില്ല നമുക്ക്. അവരുടെ ബെഡ് ഞാൻ പൊട്ടിച്ചെടുത്ത്. അപ്പം നമ്മുടെ സ്ഥലം അവിടെ ആയിട്ട് വരും. ഇവിടെ ടോർച്ചെല്ലാം ഞാനാണ് കേസ് എടുത്തത്. ഇതൊക്കെ ഈ സ്റ്റോൺ വെച്ചും എല്ലാം ചെയ്യാൻ പറ്റുമോ? കറക്റ്റ് സെൻറ്റർ ഏതാ? ഇതാണെന്ന് തോന്നുന്നു.
എനിക്കത് എന്തോ മ്യൂസിക് ഉണ്ട്, അതാണ്. ഇത് തീർന്ന ഇതെന്താ സാധനം ഇത്? എടാ യൂസ് ചെയ്ത് ഓ ഇങ്ങനെ. എടാ ഇത് അങ്ങനെയാണ് യൂസ് ചെയ്യുക. ഓ നോ, നമുക്കിത് കുന്തം പോലെ പിടിച്ച്. ഓ നോ, ഇത് അങ്ങനെയാണ് യൂസ് ചെയ്യുക. ഞാൻ പേടിച്ചു ചെയ്തിട്ട് യൂസ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട്. നമുക്കിനിയും ഈ വീട്ടിൽ ഒരുപാട് പണികളുണ്ട്. എന്തായാലും വീട് പണി പൂർത്തിയായി, ഇപ്പോൾ പൂർത്തിയാവാറായി. ഒരുപാട് പണിയുണ്ട്. നമ്മളെ വീട് ഇതാണ്. നമ്മുടെ വീട് കണ്ടിട്ടൊരു ഡൂക്കിൽ വീടായിട്ടൊക്കെ തോന്നുമെങ്കിലും കുഴപ്പമില്ലാത്തൊരു ടൈപ്പ് വീട്. എങ്ങനെ പറയാ, 16 കട്ട കിട്ടി. ഓക്കെ, ഓൾമോസ്റ്റ് പണി തീർന്ന്. ഇത് 6 ഉണ്ടാക്കാം. പുതിയ സാധനം. ഒരു 2 കട്ടയുണ്ടാകും നമുക്ക്. അല്ല, ഈ ചെസ്റ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് എന്താ വേണ്ടേ? അതിനകത്ത് ഒരുപാട് ഇതാണ്. ഈ സാധനത്തിന് എന്താ വേണ്ടേ? കുറേ എണ്ണം വേണം അതിന്. എൻ്റെ ഹെൽത്ത് അങ്ങോട്ട് കയറുന്നില്ലല്ലോ. ചാവണം ഒരു പ്രാവശ്യം. ആ സാധനം ഉണ്ടാക്കാം, ചെസ്റ്റ് ഉണ്ടാക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് കുറേ സാധനങ്ങൾ എൻ്റെ അതിൻ്റെ അകത്ത് വെക്കാമല്ലോ. എന്തോ ഒരു മ്യൂസിക് ഉണ്ട്, അതാണ്. ഈ മ്യൂസിക് ഓഫ് ചെയ്യാൻ പോലെ വഴിയുണ്ട്. രാത്രിയായി. Sleeping through the night. റെസ്പോൺ പോയിന്റ് സെറ്റ്. അതൊക്കെ ഗെയിമിനെ മനസ്സിലായി. റെസ്പോൺ പോയിന്റ് സെറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം 2 ജസ്റ്റ് ഉണ്ടാക്കി ഞാൻ. ഇത് 60 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ബോട്ടൊക്കെ മെയിൻ സാധനമാണ്. ബോട്ട് ഉണ്ടാക്കി. ഇത് 54 എണ്ണമായി. ഇതിനി കാട്ടിത്തരാം. അയ്യോ, അവിടെ ആക്കണം. കിട്ടുന്നുണ്ടോ? ഞാൻ വെച്ചത് പോകുന്നു പൊടിഞ്ഞ്. അതേപോലെ ഈ ഒരു പൊസിഷനിൽ വെക്കാം. ഈ ഒരു പൊസിഷനിൽ സെറ്റല്ലേ? ഇതിനുള്ള ചാക്കൊക്കെ ഇതിൻ്റെ യൂസ് തന്നെ. കണ്ട വയസ്സ് ഇപ്പം ഇങ്ങനെയുണ്ട്. അപ്പം എൻ്റെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഡയറക്റ്റല്ല അതിൻ്റെ അതിൽ നോക്കാം.
വേണ്ട വലിയൊരു ഷാപ്പ് പോലെ ഒക്കെ ഫുഡും എല്ലാം ഇതിനകത്തിരിക്കട്ടെ. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. സ്റ്റോണായി ബോട്ട് വേണം. അല്ല ബോട്ട് ഇപ്പോൾ വേണം. അതായത് ബോട്ട് കെട്ടിയിടാൻ കയറുണ്ടാക്കണം. ഈ ലെതറിട്ടാണെന്ന് തോന്നുന്നു കയറുണ്ടാക്കണം. ഇത് ഉണ്ടാക്കുന്നു സ്റ്റോൺ. ഈ കയറെങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കട്ടെ. ഇല്ല ഇവിടെ ലെതറിട്ട് കയറുണ്ടാക്കാനൊന്നുമില്ല. പിന്നെ കയർ എടുത്തിട്ടാണ് ഉണ്ടാക്കേണ്ടത്. കയർ അയ്യോ കയർ ഉണ്ടാക്കാൻ ഈ കയറെന്ന് പറഞ്ഞ സാധനമേ ഇല്ലെന്ന് തോന്നുന്നു. എന്താണ് ഈ കയറില്ലാത്ത ഗെയിമില്? ഓക്കെ ഇപ്പം ഓക്കെ നൈറ്റ് അല്ലല്ലോ, ഇത് ഡേ അല്ലേ. ഇനി നമ്മുടെ പണികൾ ആരംഭാൻ പോകുന്നു. ഈ സാധനം കണ്ടുവച്ചാൽ ഈ സാധനത്തിൻ്റെ പ്രയോജനമില്ല. അതാണ് തെറിഞ്ഞ എനിക്ക് ഫുഡില്ലല്ലോ. ഇത് കുക്കഡായിട്ടുള്ള ഇത് രണ്ടും എടുക്കാം. ഇതെടുത്ത് തിന്നുക. ഇതെങ്ങനെ തിന്നുക? എങ്ങനെയാണ് തിന്നുക? ബീട്രൂട്ട്. അയ്യേ ബീട്രൂട്ട് കഴിച്ചപ്പോൾ ഇച്ചിരി കയറിയുള്ളത്. അല്ല മറ്റേത് കണ്ട. ഇപ്പോഴാണിതൊരു വീടിൻ്റെ സെറ്റപ്പിലേക്ക് മാറുന്നത്. കണ്ട ഇത്ര നേരം ഇതൊരു വീടിൻ്റെ ഇതിലല്ലായിരുന്നു. ഒരു ചതുരത്തിൻ്റെ ബ്ലോക്ക് പോലെ ഇരുന്നത്. ഇപ്പം